റെഡിമിക്സിന് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. RMCക്കുള്ള ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പ്ലാന്റും നമ്മളുടെ സൈറ്റും ദൂരെയാണെങ്കിൽ അതൊരു ഡിസ്അഡ്വാൻറ്റേജാണ്. കാരണം ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് വരുമ്പോൾ അത്രയധികം റിട്ടാർഡൻറ്റ് ചേർക്കണം. അപ്പോൾ ഒരു പരിധിയിൽ കഴിഞ്ഞതെല്ലാം ചെയ്യുമ്പോൾ അതുപോലെ റിട്ടാർഡൻറ്റ് ചേർക്കുന്നതെല്ലാം നമ്മളുടെ കോൺക്രീറ്റിനെ ബാധിക്കുന്നുണ്ടാവും. റെഡിമിക്സ് ചെയ്യുമ്പോൾ വേറൊരു പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മൾ ചെയ്തിരിക്കുന്ന ഫോം വർക്ക് അത്രയും സ്ട്രെങ്ത് ആയിരിക്കണം. കാരണം ഇത് റെഡിമിക്സ് വന്ന് പമ്പ് ചെയ്യുന്ന സമയത്ത് ഇത് തട്ടിൽ വീഴും. അത് ഈ ഫോം വർക്കിൽ വീഴുന്ന സമയത്ത് ആ വീഴുന്ന ഫോഴ്സ് എടുക്കാനുള്ള കപ്പാസിറ്റി നമ്മളുടെ ഫോം വർക്ക് ചെയ്തതിന് വേണം. അതില്ലെങ്കിൽ ടോട്ടൽ കൊളാപ്സ് ആയിരിക്കും അതിൻ്റെ ഫലം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് റെഡിമിക്സ് സപ്ലൈ ചെയ്യുന്ന ആ രീതിയിൽ വരുമ്പോൾ ഫോം വർക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. റെഡിമിക്സ് കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജും അതേപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജ് എന്നും പറയാം. അതായത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ സ്പെസിഫിക് ആയുള്ള രീതിയിലുള്ള സ്ട്രെങ്ത് നമുക്ക് അച്ചീവ് ചെയ്യാം. അതായത് നമ്മൾ വോളിയം വെച്ച് മിക്സ് ചെയ്യുമ്പോൾ M15 എന്നുള്ള ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് വിഷയം വരില്ല. M20ക്കും കുഴപ്പമില്ല. ഒരു പരിധി വരെ M25നും കുഴപ്പമില്ല. M25ൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്തേ പറ്റൂ. ഈ മിക്സ് ഡിസൈൻ ചെയ്യുന്നത് സൈറ്റിൽ വന്ന് ചെയ്യുന്നതും നമുക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി അത് നമുക്ക് ഇതിനകത്ത് ഇഷ്യൂയാണ് വരിക. അപ്പോൾ നമുക്ക് ഈ റെഡിമിക്സുകാർ സെറ്റ് ചെയ്യുമ്പോൾ അവരെടുത്തിരിക്കുന്ന കോറികളെല്ലാം സെയിം ആയിരിക്കുന്ന കാരണം ഡെൻസിറ്റി അവർക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും. ഈ സംഭവത്തിൽ ഡെൻസിറ്റി നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ ഇതേപോലെ മിക്സ് ഡിസൈൻ ചെയ്യുന്നതിന് ഇഷ്യൂ ആയിരിക്കും. കാരണം ഓരോ വരുന്നതിനും നമുക്ക് മിക്സ് ഡിസൈൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ റെഡിമിക്സ് കോൺക്രീറ്റ് വരുന്ന സമയത്ത് നമുക്ക് M30 മുതലുള്ളതൊക്കെ റെഡിമിക്സ് ആയിരിക്കും വളരെ ഈസിയസ്റ്റ് സൊല്യൂഷൻ.